ബേസിക്കലി നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ആദ്യത്തെ ഒരു. ഞങ്ങൾ ജൂഡും ഞാനും കൂടി ലൊക്കേഷൻ നോക്കി നടന്ന അങ്ങനെ കുറേ അധികം ലൊക്കേഷൻ നോക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഒരു മാസ്റ്റർ ലൊക്കേഷൻ വൈക്കത്ത് നമുക്ക് കിട്ടിയത്. ഈ ഫ്ലഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം മസ്റ്റാണ്. അപ്പോൾ ആ ഒരു വാട്ടർ ബോഡി അടുത്തുള്ള ഒരു സ്ഥലം തന്നെ ആയിരിക്കണം. പിന്നെ അത് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം. അതിന് നമുക്ക് ഇത്രയും സെറ്റ് ഇടാനുള്ളൊരു സ്ഥലം ഉണ്ടായിരിക്കണം. കടൽ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചു കടലിൽ പോയി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചു. മണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ കടലിൽ പോയി നീ പെട്ടു, കടലിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും, നമുക്കൊരു ടാങ്കിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ടാങ്ക് എന്തുമാത്രം ശക്തിയിൽ പണിയണം എന്ന് പറഞ്ഞാൽ അത് ബഡ്ജറ്റ് കൂടുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് ടാങ്ക് പണിത് അതിൻ്റെ ചുറ്റും മണ്ണടിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത കൺസ്ട്രക്ഷനായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 ഏക്കറുള്ള ഒരു ടാങ്ക് തന്നെ വേണമെന്ന് മനസ്സിലായി. ഏകദേശം ഒരു 6 ഫീറ്റ് ഹൈറ്റുള്ള ഒരു ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് 1.5. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, 1.5 ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം ഉണ്ടാവും 1.5 ഏക്കർ. അപ്പോൾ പറഞ്ഞു അത് എങ്ങനെ ഉണ്ടെങ്കിൽ 1.5 ഏക്കർ തന്നെ വേണ്ടി വരും. ഞാനത് പല പ്രാവശ്യം ചോദിച്ചാണ്. വെച്ചാൽ 1.5 ഏക്കർ ഒരു ടാങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1.5 ഏക്കർ ടാങ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം, വെള്ളം ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ 1.5 ഏക്കർ ടാങ്കിൽ ഏകദേശം ഇവർ ആവശ്യമുള്ള അത്രയും വെള്ളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 അടി വെള്ളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടി ലിറ്റർ വെള്ളം വേണം. 1 കോടി ലിറ്റർ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഏകദേശം കണക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ അത് ചെയ്യുന്ന വെച്ചാൽ മൂന്നാമത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രഷ് വാട്ടർ ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതിലെപ്പോഴും ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ സാൾട്ടി വാട്ടർ ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും കുറേ നേരമൊന്നും ഒരിക്കലും ഉപ്പുള്ളതിൽ ഇറങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ സിനിമയിലെ വെള്ളത്തിലുള്ള എല്ലാ സീക്വൻസുകളും, വെള്ളം, വീട് മുങ്ങുന്നത്, വെള്ളപ്പൊക്കം, പിന്നെ ഈ പറഞ്ഞ പോലെ ഡാം, ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റേ തുടക്കത്തെ കടൽ സീക്വൻസ് ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ടാങ്കിലാണ്. 300 അടി വലിപ്പമുള്ള 4 അടി ഹൈറ്റുള്ള ഒരു ടാങ്കിലാണ് നമ്മളിത് വെള്ളം നിറച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് അധികം സിനിമകളൊന്നും വന്നിട്ട് പോലും എനിക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭാഗ്യം പോലെ ഒരു വൈക്കത്തൊരു ലൊക്കേഷൻ കിട്ടി. കൃത്യമായിട്ട് എല്ലാം ഒത്തു വന്ന പുഴയുടെ തീരത്തൊരു ലൊക്കേഷൻ. എറണാകുളത്തിന് വൈക്കത്തിനടുത്തുള്ളൊരു പുഴയുടെ തീരത്തുള്ളൊരു 12 ഏക്കർ സ്ഥലം ഞങ്ങൾ ലീസിനെടുക്കുകയും അവിടെ ഒരു 1.5 ഏക്കറോളം വലിപ്പമുള്ളൊരു ടാങ്ക് ഉണ്ടാക്കുകയും ഒരു 4 അടി ഹൈറ്റിലാണ് ആ ടാങ്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ നമ്മൾ വില്ലേജ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ 16 വീടുകളുടെ സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി, പുറം മാത്രം. അതിൽ 3 പോർഷനായിട്ടാണ്, ബേസ്മെൻറ്റ്, സെൻട്രൽ പോർഷൻ, റൂഫ്, ഇതെല്ലാം തമ്മിൽ ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് വെള്ളം മുങ്ങുക എന്നുള്ളതിന് ഉപരി നമുക്ക് വെള്ളത്തിൽ വീട് മുക്കുക എന്നുള്ള പരിപാടിയാണ് പുള്ളി തന്നെ പറഞ്ഞ ഐഡിയ ആണ്. വീടുകൾ കുറച്ച് സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ ഒരു 3 ഭാഗമായിട്ട് ഉണ്ടാക്കാം. താഴത്തെ ഭാഗം മാറ്റിയാൽ വെള്ളം അത്ര മികരുത്. അങ്ങനത്തെ ഒരു ഐഡിയ പുള്ളി പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. കാരണം അതാണ് പ്രാക്ടിക്കലി ഏറ്റവും എളുപ്പമാണ്, എക്കണോമിക്കലി നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുന്നത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് എടുത്ത് മാറ്റിയാൽ അത്രയും പോർഷൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ തോന്നും. കുറച്ചും കൂടി വെള്ളം കയറിയത് കാണിക്കാൻ വേണ്ടി നമ്മൾ മിഡിൽ പോർഷൻ എടുത്ത് മാറ്റിയാൽ അത്രയും വെള്ളം കയറിയ പോലെ തോന്നും. എബിൻ്റെ വീട്ടിലൊക്കെ അവസാനം എബിന് CPR കൊടുക്കുന്ന സീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റൂഫ് മാത്രം എടുത്ത് ടാങ്കിൽ വെച്ചിട്ടാണ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അതുപോലെ ഈ 16 സ്ട്രക്ചറുകൾ വീടുണ്ടാക്കിയപ്പോൾ 4 ഫേസ് ഉണ്ടായിരുന്നു ഈ വീടുകൾക്ക്. അതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 4 ഫേസ് ഉള്ളതുകൊണ്ട് ഇത് പല കോമ്പിനേഷൻ വെച്ച് നമുക്ക് ഒരുപാട് വില്ലേജസ് ഉണ്ടാക്കാൻ പറ്റി അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ നേച്ചർ വെച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഈ ഫ്ലഡ് ഇങ്ങനെ വെള്ളം കയറി വരുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ വെള്ളം കയറ്റിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും കംഫർട്ടായിരിക്കില്ല. ഞാൻ ജൂഡിൻ്റെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ നമ്മളൊരു ലെവലിൽ വെള്ളം നിർത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വീടുകൾ, നമ്മുടെ ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണോ ആ വീടുകൾ, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ, മരങ്ങൾ, അതിൻ്റെ ഉള്ള ആ ഒരു മറ്റേ ഹൗസിംഗ് കോളനി എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിൽ എന്തൊക്കെയുണ്ടോ അത്രയും സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളം കയറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റുകൾ താഴേക്ക് ഇറക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ അങ്ങനെ ഈ പറയുന്ന ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും സെറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ക്രിയേറ്റ് ചെയ്ത ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള സെറ്റ്സ് ആണെങ്കിലും അൺനെസസറി സെറ്റ് എക്സ്റ്റൻഷൻസ് നമ്മൾ അങ്ങനെ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റി. സെറ്റിട്ട സെയിം സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഒരു കവലയും ഉണ്ടാക്കി സെറ്റുണ്ടായി. അപ്പോൾ കവല വെള്ളം കയറുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അതും നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. എല്ലാ തരത്തിലും നമുക്ക് ഒത്തിണങ്ങിയ ഒരു ലൊക്കേഷൻ കിട്ടിയതാണ് ഈ പടത്തിന് ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയത്.